ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രേവതിയുടെ ക്ഷണപ്രകാരം, രേവതിയുടെ ആവശ്യപ്രകാരം മനു രേവതിക്കുട്ടീനെയും അലീനേനെയും ബാക്കിയുള്ളവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് വരുന്ന മനുവിനെ കാണുമ്പോൾ തന്നെ രേവതി ആകെ അമ്പരന്ന് പോവുകയാണ്. അവരൊന്നും പ്രതീക്ഷിച്ച ഒരാളെ ആയിരിക്കില്ല മനു കേട്ടോ. അവരൊക്കെ വിചാരിച്ചിരുന്ന കുറച്ചും കൂടി പ്രായം കൂടിയ ഒരാളൊക്കെ ആയിരിക്കും മനുശങ്കർ എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചിരുന്ന രേവതിക്കുട്ടിയുടെ മുന്നിലേക്ക് ഭയങ്കര ഹാൻസം ആയിട്ട് ഒരു ഫിലിം സ്റ്റാറിനെ പോലെ നടന്നു വരുന്ന മനുശങ്കറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ മനുവിനെ കാണുമ്പോൾ തന്നെ രേവതി ഫ്ലാറ്റ് ആയി പോവാണ് കേട്ടോ. ആകെ ഷോക്കായി പോവാണ്. രേവതിക്കുട്ടി പറയുന്നത് തന്നെ ഉണ്ട് കേട്ടോ, ഇതാണോ മനുവേട്ടൻ? ഇതിപ്പോ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ, എന്നിട്ടാണോ ഒരു അതിന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് മനു ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാമച്ചന്റെ അങ്കിളിന്റെയും ആന്റിയുടെ അടുത്തേക്കൊക്കെ രേവതിക്കുട്ടി മനുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഷോക്കാവുന്നുണ്ട്. മനു എന്ന് പറയുമ്പോൾ എന്നിട്ട് ആന്റി പറയുന്നുണ്ട് കേട്ടോ, മനുശങ്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി പ്രായം കൂടിയ ആളായിരിക്കും, അലീനയുടെ കേട്ടേർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നല്ല പ്രതീക്ഷിച്ചത് ഇതൊരു നീ നല്ല ചെറുപ്പാണല്ലോ, ചെറിയൊരു ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ. എന്നിട്ട് അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് മനു പറയുന്നത് കേട്ടോ. അലീന അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും ഇവരോട് ഷെയർ ചെയ്യാൻ മനു തയ്യാറാവുന്നില്ല. മനു അത് ചെയ്യുന്നില്ല കേട്ടോ. അലീനേനെ കണ്ടപ്പോൾ തന്നെ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയും മനു ഒക്കെ നല്ല കമ്പനി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് കുറച്ച് മാറി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കുന്ന ഇടയിൽ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മനു വന്നത് അലീനയ്ക്കും ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. കാരണം അലീനെ വിളിച്ചപ്പോഴേക്കും മനു വന്നല്ലോ, ഒരു ഒഴിവുകഴിവും പറയാനും മനു വന്നത് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവായിട്ട് 3 പേരും കൂടി സംസാരിച്ചിരിക്കുമ്പോ അലീന പറയുന്നുണ്ട് കേട്ടോ, രേവതിക്കുട്ടിക്ക് എല്ലാരെയും കിട്ടി, അമ്മേനെയും അച്ഛനെയും ഇപ്പൊ അതൊരു ഏട്ടനെയും എല്ലാരെയും കിട്ടിയിട്ടുണ്ട്, എനിക്ക് ആരും ഇല്ലാത്തതെന്ന് അലീന സങ്കടം ഉള്ളിലുണ്ടെങ്കിലും മുഖത്ത് ചിരിച്ചിട്ടാണ് അവളത് പറയുന്നത് കേട്ടോ. എനിക്ക് ആരും ഇല്ലാന്ന്, എനിക്ക് ആരെയും കിട്ടാഞ്ഞത്, എനിക്ക് ആരും ഇല്ലാത്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അലീനയ്ക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? അലീനയ്ക്ക് ഞാനില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചോദ്യത്തിൽ തന്നെ അലീന വീണു പോവാണ് കേട്ടോ. മനു എന്നും അലീനയുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ആ ഒരു മറുപടിയിൽ അലീനയോട് മനു സൂചിപ്പിക്കുന്നത് കേട്ടോ. മനുവിന് എത്രമാത്രം അലീനേനെ ഇഷ്ടമാണെന്നുള്ളതൊക്കെ ആ ഒരൊറ്റ വാക്കില് മനു പ്രകടിപ്പിക്കുന്നുണ്ട്. മനുവിന് അലീനയോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അലീനയും തിരിച്ചറിയുന്ന നിമിഷമാണ് കേട്ടോ അത്. എന്തിനും എപ്പോഴും തന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, തന്നെ ഒരു വിഷമത്തിന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ അലീനയോട് പല തരത്തില് മനു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും അതന്നെയാണ് കാണുന്നത്. തനിക്ക് ആരും ഇല്ല എന്ന് ആരാ പറഞ്ഞത്, തനിക്ക് ഞാനില്ലേ എന്നുള്ളൊരു ഒറ്റ വാക്കില് മനു തന്റെ ഇഷ്ടമൊക്കെ അലീനയോട് തുറന്നു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. താൻ വിചാരിച്ച പോലൊരു ആളല്ല മനുവേട്ടനെന്നും, മനുവേട്ടൻ നല്ല സ്നേഹമുള്ള ആളാണ്, അലീന ചേച്ചിക്ക് ഒരുപാട് പരിഗണനയും കെയറൊക്കെ കൊടുക്കുന്ന ഒരാളാണ്, അലീനയെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നാളത്തെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്